അച്ചമ്മയാണെന്നുള്ള വിചാരം വേണ്ട മൂന്നെണ്ണത്തിനും. എന്നെ തള്ളി താഴെ ഇട്ടിരിക്കുന്നു. കാലുവേദന എടുത്തിട്ട് പോയി. ഇതെന്താ അച്ഛമ്മ ഇരുന്ന് പുറകുറക്കുന്ന രാവിലെ? എനിക്കെന്താ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞൂടെ? അല്ല, നാട്ടുകാരും എല്ലാം വിചാരിക്കും എന്ത് അച്ഛമ്മയുടെ റിലേ മൊത്തം അടിച്ചു പോയി. നീ ഇവിടെ നിന്നാ നിന്റെ റിലേ ഞാൻ അടിച്ചു പൊട്ടിക്കും. പോടാ അവിടുന്ന്. എന്നോടൊന്ന് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഞാൻ എന്തോ തെറ്റ് ചെയ്തു? നിന്നോടല്ലടാ, പിന്നെ ഇവിടെ വേറെ മൂന്നെണ്ണങ്ങളില്ലേ അവരോടാ. അവറ്റകളുടെ കയ്യിരിപ്പോണ്ട എനിക്ക് ചിലവ് പിടിച്ച് പൊട്ടിക്കാനൊക്കെ തോന്നാറുള്ളൂ. എന്നിട്ട് നീ എന്താ പൊട്ടിക്കാത്തത്? സഹോദരി സഹോദരങ്ങളായി പോയില്ലേ, എങ്ങനെ പൊട്ടിക്കും? അതൊന്നും നീ നോക്കണ്ട. ചെന്ന് 4 അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കടാ. ഇനി എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വരട്ടെ. അച്ഛന്മാരും കൂടെ കൂട്ടി ഞാൻ കൊടുത്തോളാം. കൂട്ടുക്കണോടാ. അല്ല, എന്തോ ഇപ്പൊ ഇത്ര ദേഷ്യം അവരോട്? എന്ത് പറ്റി? എന്നെ പിടിച്ച് തള്ളി താഴെ ഇട്ടത്. ഇപ്പൊ കാലിന് ഭയങ്കര വേദനയാ മോനെ. ഈ കാലോ? ആ, ഈ മേലാത്ത കാല്. ഞാൻ തൊട്ടോട്ടെ? അയ്യോ, നീര് വെച്ചിരിക്കുന്നു. അതേ മോനെ, നീരും ഒക്കെ ആയി കണ്ടോ. ഇവിടെ വേദന ഉണ്ടോ? ഒന്ന് പതുക്കെ ഞെക്കി നോക്കി. ഇപ്പൊ കുഴപ്പമില്ല മോനെ. ഇവിടെ വേദന ഉണ്ടോ? ഓ, അവിടെ ഉണ്ട് വേദന. ഇപ്പൊ നല്ല കുറവുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പോഴോ? കുഴപ്പമില്ല. ഇപ്പോഴോ? എന്റെ പൊന്നെ, എല്ലാം കണക്കാ. ആ എടി ഗീതേ, ഞാൻ അയച്ച ഫോട്ടോ കണ്ടോ നീ? മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഫിൽറ്ററും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതെന്റെ ഒറിജിനൽ രൂപമാണ്. നീ ഫോൺ വെച്ചോ. ഗീതയ്ക്ക് പിടി കിട്ടിയ എന്തെന്ന്? അല്ല, ഫിൽറ്റർ ഉണ്ടെന്നുള്ളത്. നിങ്ങളുണ്ടല്ലോ, ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. സൗന്ദര്യം ഉള്ളവർക്കാണ് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക. രണ്ടും കൂടെ ശൃംഗരിച്ചിങ്ങോട്ട് ഇരുന്നോ. പിള്ളേര് തോന്നി വഴിക്ക് പോകും. ഏത് പിള്ളേര്? ഏതൊക്കെ പിള്ളേരുടെ കാര്യം അറിയാം നിനക്ക്? അമ്മ എന്റെ മക്കളെ കുറിച്ചാ ഉദ്ദേശിച്ചെങ്കിൽ അവര് നേർവഴിക്ക് തന്നെയാ നടക്കുന്നത്. നിന്റെ നേർവഴിയല്ല എന്റെ നേർവഴി. എന്നാ നിങ്ങളുടെ നേർവഴി പറ. എന്റെ നേർവഴിയാ ഈ ഇരിക്കുന്നത്. ഇവനെ വളർത്തിയ പോലെ നീ നിന്റെ മക്കളെ വളർത്തണം. അതിന് നല്ല ഞാൻ വളർത്താതിരിക്കുന്നതാ നല്ലത്. അത് തന്നെ. കേൾക്കുന്നില്ലേ? എന്താ ഒന്നും പറയാത്തെ? കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവളെന്നോട് ചാടിക്കറിയാലേ നിന്റെ ചെവിക്കലടിച്ചാൻ തെറിപ്പിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും. രണ്ടുപേരും പറയുന്നത് കേൾക്കാതിരിക്കാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെവി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വടി വിഴുങ്ങിയ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും. എന്റെ മോനെ വടി വിഴുങ്ങിയ പോലെ നിൽക്കും. അത് ചോദിക്കാൻ നീ ആരടി? ഞാൻ നിങ്ങളെ മോന്റെ ഭാര്യ. ഭാര്യ? അയ്യോ, എന്തൊരു ഭാര്യ എന്നഴിയണ്ടേ? നിങ്ങള് ഭർത്താവിനെ പോലെയും നിങ്ങളെ ഭർത്താവ് ഭാര്യനെ പോലെയോ ജീവിച്ചത് നാട്ടുകാർ മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ട്. അതെ, ഞാൻ അങ്ങനെ വരച്ച വര തന്നെയാണ് നിർത്തിയിരുന്നത്. അതിന് നിനക്ക് എന്താടി ചേതം? നിങ്ങൾ വര വരക്കാമ്മ, ഞാൻ അവിടെ നിന്നേരും ഇനിയിപ്പോ. അയ്യോ, അല്ല, ഞാൻ അങ്ങോട്ട് വന്ന് നിന്ന് തരാടി നിന്റെ മുമ്പിൽ. എന്നാ പിന്നെ നിങ്ങൾ വരക്ക് വന്നിട്ട് നീ ഒന്നും മിണ്ടാട്ടിരിക്കുന്നുണ്ടോ? ഞാൻ പറയും. അയ്യോ, എനിക്ക് കേക്കട്ടെ. എനിക്ക് നിന്റെ ഒന്നും കേക്കട്ടെ. പിന്നെ ഫോൺ എടുത്തെറിയാൻ വരുന്നു. എന്റെ പാട്ടിന് പോട്ടെ. ഞാനും എന്റെ ഭർത്താവ് ശൃംഗരിക്കുന്നു. നിങ്ങൾക്ക് എന്താ തള്ളേ? ഇവിടെ അവിടെയാണോ? എടി ഒന്ന് മുറുകെ ഇടിക്കടി. നീ കൈ വെക്കും. ഇപ്പൊ കണ്ടോണേ. എടി കൈ ഇങ്ങനെ വെക്കും. വെച്ച് ഇടിക്ക്. ശക്തി കണ്ടാ? കണ്ട് ചെയ്തേ ചെയ്യടി. എടി എന്തോ ആടി, ഒന്ന് മര്യാദക്ക് നീ ചെയ്യടി. ഒന്ന് പോസ്റ്റർ നേരാക്ക്. ഇത് കണ്ടാ? ഇങ്ങനെ കണ്ടാ? പവർ പറഞ്ഞു. മതി, പേടിക്കാതെ. ഇനി ഞാൻ റൈറ്റിലേക്ക് വഞ്ചി വന്ന് ലെഫ്റ്റിലേക്ക് മാറണം, മനസ്സിലായ? റൈറ്റ് ലെഫ്റ്റ്. അല്ലി കൈ വന്ന് നിന്റെ മോന്തയ്ക്ക് വീഴില്ല. പിന്നെ നീ അങ്ങ് തുടങ്ങും. പിന്നെ മൂക്ക് പോയി കണ്ണു പോയി എന്ന് പറഞ്ഞു. എന്റെ മൂക്കിലാണ് കൊണ്ടുപോയി നിന്റെ പല്ലി അടിച്ച് പുറത്തുന്നെ. എന്നാ തന്നെ ഉണ്ടാക്കും. അവിടെ നിൽക്കുന്നു ചുമ്മാ പറഞ്ഞല്ലോ എന്റെ പൊന്നെ. റെഡി? വഴി കിടന്ന് അടി ഉണ്ടാക്കുന്ന എന്തോ ആൾക്കാർ കാണത്തില്ലേ മുറ്റത്തെടുത്ത് വഴക്കുണ്ടാക്കിയ? അച്ഛാ, ഞങ്ങള് ബോക്സിംഗ് പഠിച്ചതാ. ബോക്സിംഗ് പഠിത്തോ? പഠിക്കുന്ന കൊള്ളാം. അവസാനം ഇടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ എന്റെ പരാതി കൊണ്ട് വന്നാണ്ടല്ലോ, നല്ല ചൂരൽ കഷായം ഞാൻ പ്രയോഗിക്കും. ചൂരൽ കഷായം അതെന്ന് തോന്നുന്നു. അത് കാണിച്ചു തരാടാ. അത് ഈ കളരി പോലെ വല്ലതാണോ? കളരി അല്ലടാ, ഞാൻ കാണിച്ചു തരാം നിന്നെ. എന്താ അടി ഇത്? ഈ തിരുമണ്ടനാണോ നിന്നെ പഠിപ്പിക്കുന്നത്? വേറെ വഴിയിലല്ലോ അച്ഛ, ഇവ മാത്രല്ലേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണോ? അതെന്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കും കേട്ടോ. അച്ഛനെ ഞാൻ കണ്ടോളാം. ആണോടാ? കാണാം. സഞ്ജു പോടി ഉണ്ട കണ്ണി. അവൻ പോണേ പോട്ടെ മോളെ ഞാൻ പഠിപ്പിക്കാം. ഇത് നിസ്സാര സംഗതിയല്ലേ? ഇത് വെറുതെ ഇങ്ങനെ ഇടിച്ച് കളിച്ചാ പോരെ.
ഇത് ഏത് ബ്രേക്ക് ഡാൻസ് അല്ല ഇങ്ങനെ കളിക്കാൻ മോളെന്തിനാ ഈ ബോക്സിങ് പഠിക്കുന്നത്? അത് ആരെങ്കിലും ഒക്കെ ഇടിക്ക. അത് നല്ലതാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാ. യു കണ്ടിന്യൂ. അപ്പൊ അച്ഛൻ പഠിപ്പിക്കണില്ലേ? വേണ്ട മോൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുള്ളൂ. നടക്കട്ടെ ചെയ്തോ.